കൊൽക്കട്ടയിലെ അത് ഞാൻ പാസ്സായി. അങ്ങനെ ഞാൻ ഫുൾ മൊഡ്യൂൾ പാസ്സായി. അത് വളരെ ടഫായിരുന്നു. എക്സാം മാതാവ് തന്നെയാണ് പാസ്സാക്കിയത്. അതൊരു വ്യാഴാഴ്ചയാണ് വന്നത്. അത് റിസൾട്ട് വന്നത് ഞാൻ ആരുടെ അടുത്തും പറഞ്ഞില്ല. റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ എൻ്റെ മുറിയിൽ പോയി കതകടച്ച് തൈലം പൂശി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി മാതാവിന് റിസൾട്ട് കാണിച്ചു കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ റിസൾട്ട് എന്നെ കണ്ടത്. അതിന് ശേഷമാണ് ഞാൻ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനൊപ്പം ഒരുമിച്ച് പിറ്റേ ദിവസം മൊമെൻ്റ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നു B2ൻ്റെ. അതെനിക്ക് സാധിക്കുകയും ചെയ്തു. മൂന്നാമത്തെ പുതുക്കുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് എവിടെയെങ്കിലും ഒരു വരുമാനം പോകാൻ പറ്റില്ലെങ്കിൽ പേപ്പർ വർക്ക് ലാഗാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും വരുമാനം തന്ന് എന്തെങ്കിലും ജോലി തന്നെ പറയുമായിരുന്നു. എന്ത് ട്യൂട്ടറായിട്ടോ ജർമ്മൻ ട്യൂട്ടറായിട്ടോ. അത്ഭുതം എന്ന് പറയട്ടെ, മാതാവിൻ്റെ നാട്ടിൽ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിൽ തന്നെ എനിക്ക് ജർമ്മൻ ട്യൂട്ടറായിട്ട് വേക്കൻസി കിട്ടി. ഈ മാസം ഞാൻ പോവുകയാണ്. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ടിക്കറ്റ് കിട്ടിയത്. അടുത്ത ചൊവ്വാഴ്ച ഞാൻ പോകും ജർമ്മനിക്ക്. ഈ സമയത്ത് സാക്ഷ്യം കയറിയ തൊട്ട് മുമ്പാണ് എനിക്ക് ടിക്കറ്റ് വന്നു എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞേ. ഇതുവരെ ആർക്കും അറിയില്ല. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും എല്ലാം എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടുകാരികൾക്ക് എക്സാമിന് പാടാന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ലൈറ്റ് കാർഡിൽ ഇട്ട് പ്രാർത്ഥിക്കുന്നു പറയുന്നു. അവർ എക്സാം പാസ്സായിട്ട് എന്നെ വിളിച്ച് വേണ്ടി പാസ്സായി. താങ്ക് യു മാതാവിൻ്റെ അടുത്ത് വന്നവർ പ്രാർത്ഥിച്ച് പറഞ്ഞിരുന്നു.